എനിക്കെന്താ പറ്റിയേ? ആദ്യേട്ടൻ എന്റെ ചേട്ടൻ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടാ. ഒരു ആക്സിഡന്റ് പറ്റി. എന്റെ ഏട്ടന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മോളെ, ഇതാ കബോർഡിൽ മോൾക്കുള്ള ഡ്രസ്സെല്ലാം ഉണ്ട്. മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഗേൾസിന്റെ ടൈപ്പ് ഡ്രസ്സൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ കൊച്ചുകുറുപ്പുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതാരാ? ഓ, അതെന്റെ ഇളയ സന്താനമാ, ഡോക്ടർ രമയ ശേഖർ. അപ്പോ ആദ്യം ഓക്കെ ആയി അല്ലേ? ആ, ഓക്കെ ആയി. മെമ്മറി ലോസ് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അവൻ ഫുള്ളി ഓക്കെ ആവും. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. അല്ല, ഇന്ന് പറഞ്ഞതല്ലേ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ വെറുതെ. ഓ സോറി. അല്ല, എന്റെ ഏട്ടത്തി എവിടെ? അമ്മയായിട്ട് സംസാരിക്കുക. എന്നെ കുറിച്ചൊന്നും ഏട്ടത്തിയോട് പറയല്ലേ. ഞാൻ അങ്ങോട്ട് വരുമ്പം ഏട്ടത്തിക്ക് ഒരു സർപ്രൈസ് ആകട്ടെ. പിന്നെ നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മമ്മി അവളോട്. എനിക്ക് തോന്നുന്നു നിന്റെ ജാതകം വരെ എടുത്തു കൊടുത്തെന്നു. ഓ, ഈ മമ്മി. ആ ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. അനിയന്റെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ സോഫയിൽ കിടന്നോളാം, താൻ ബെഡിൽ കിടന്നു. ഇവിടെ പേരൻസ് ഉണ്ടായതുകൊണ്ടാ. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കിടക്കായിരുന്നു. ആമി, എന്താ ചേട്ടാ? എനിക്കൊന്നും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിനെയും എന്റെ പേരൻസിനെ കുറിച്ച് പറയാമോ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അതുകൊണ്ടാ എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയാത്ത. എന്റെ ഏട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ സിദ്ധാർത്ഥേട്ടനും ആദ്യേട്ടനും ഒരുമിച്ച് പഠിച്ചതാ. ഒരു ദിവസം എന്തോ ആവശ്യത്തിന് പോയപ്പോഴാ ആദ്യേട്ടന് ആക്സിഡന്റ് പറ്റിയത്. ഏട്ടന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്റെ പേരൻസോ? പേരൻസ് അവര് കാനഡയിലാ. പിന്നെ അവര് സെപ്പറേറ്റ് ആണ്. അവരുമായി ആദ്യേട്ടന് വലിയ അടുപ്പമൊന്നുമില്ല. ഈ മെഡിസിൻ കഴിച്ചിട്ട് ആദ്യേട്ടൻ കിടന്നു. സോറി, താൻ ഇത്ര പെട്ടെന്ന് എനിക്കൊന്ന് ഞാൻ കരുതിയില്ല. வெள்ளை நிறமே
എന്തൊക്കെ മെഡിസിനാ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ ഞാൻ തന്നെ കഴിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ തന്നോളാം. നീ എവിടെ വർക്ക് ചെയ്യുന്നത്? ഐ ആം ഡോക്ടർ അമയ ശേഖർ, ഗൈനക്കോളജിസ്റ്റ്. നീ ഡോക്ടറാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മി. മോളെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു, അവള് കുളിക്കുക. മോനെ വാടി ചേക്കട. അച്ഛാ കുറച്ചു നേരം കൂടെ കിടന്നോടായിരുന്നു മോൾക്ക്. കുഴപ്പമില്ല മമ്മി. നിങ്ങൾ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത്? ഈവനിങ് പോകും. അല്ല, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരൂ? ആ അച്ഛാ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അമ്മ, അവര് വന്നു. ഇങ്ങനെ പോകുന്നു മാരേജ് ലൈഫ്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കല്ലേ. ഇന്ന് ഈ നിമിഷം വരെ അവളിനോട് വെങ്കിട്ട് പോലുമില്ല. പപ്പയോടും മമ്മിയോടും ഒക്കെ നല്ലതുപോലെ പെരുമാറുന്നത്. നിനക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? റിഗ്രറ്റോ? എനിക്കോ? ഒരിക്കലും ഇല്ല. എനിക്ക് അവളോടുള്ള പ്രണയം തുടങ്ങിയത് ഇന്നലെ ഇന്നല്ലല്ലോ. കഴിഞ്ഞ 9 വർഷമായും ഞാൻ അവളെ സ്നേഹിക്കുമല്ലേ, അവൾ പോലും അറിയാതെ. എനിക്ക് എങ്ങനെ റിഗ്രറ്റ് തോന്നാനാ? ചേച്ചി, അത് എന്റെയാ. ഒന്ന് പൊടി അമ്മേ. ഗസ്റ്റ് റൂമിൽ കിടക്കാം. ഗസ്റ്റ് റൂമോ? ആ ഓക്കെ. ഞാൻ സോഫയിൽ കിടന്നോളാം, നീ ബെഡിൽ കിടന്നോ. ചേച്ചി ഇതാരെയാ നോക്കുന്ന? നീ ഇത് എവിടാ കിടന്ന്? ഗസ്റ്റ് റൂമിലാ. അതെന്തിനാ അവിടെ കിടന്ന്? നിന്റെ റൂമിൽ കിടന്നൂടായിരുന്നു? എന്റെ റൂമില് ഞാനും എന്റെ ഋഷിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് കണ്ടത്. അവിടേക്ക് വേറൊരാളെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഫ്രഷ് ആകാൻ പോകുള്ളൂ. അപ്പൊ നിന്റെ ആദ്യേട്ടൻ ഇപ്പൊ ഫുള്ളി ഓക്കെ ആണെന്ന് അർത്ഥം. ഓക്കെ ആയി. അവിടെ എല്ലാരും എവിടെ? ചേച്ചി അമ്മയും കിച്ചണില്, അച്ഛൻ ജോഗിങ്ങിന് പോയി. പ്രൈവേറ്റും കുളിക്കുന്നു. ഏട്ടത്തിയോ? കുളിക്കുമായിരുന്നു. ഇതാ വരുന്നു.
അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആമി ചെല്ലുന്നുണ്ട്, എന്റെ ആദ്യമായിട്ട് വിളിക്കുന്നു. ഓക്കെ ബൈ. അമ്മീ കൺട്രോൾ തരണേ, വെറുതെ ആമിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കല്ലേ. നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് പോകാലോ. കാതലിൽ 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 നിറമുണ്ട് സഖിയേ സ്നേഹിതയേ എൻ അன்பே അன்பേ ഉനക്കും നിറമുണ്ട്. பச்சை நிறமே இச்சை ஊட்டும் பச்சை நிறமே புல்லின் சிரிப்பும் பச்சை நிறமே எனக்கு சம்மதம் தருமே. பச்சை நிறமே இலையின் நிறமை பச்சை நிறமே உங்கள் நிறமும் பச்சை நிறமே எனக்கு சம்மதம் தருமே, எனக்கு சம்மதம் தருமே. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ഈ കാലയളവിൽ സിദ്ധുവും യാമിയും തമ്മിലുള്ള അകലം കൂടുകയും എന്നാൽ ഋഷിയും യാമിയും തമ്മിലുള്ള അകലം കുറയുകയും ചെയ്തു.
अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी। कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने, इसे छू लो जरा, मर जाऊं या जी लो जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लो जरा। നിനക്ക് ഇൻവിറ്റേഷൻ ഉണ്ടല്ലേ ശേഖർ അങ്കിളിന്റെയും സിത്താര ആന്റിയുടെയും വെഡിങ് ആനിവേഴ്സറി പാർട്ടിക്ക്? എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. നിനക്കപ്പോ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ വൈഫിനെ കാണാലോ. അതിന് അവൻ എപ്പോഴാ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയത്? നിങ്ങൾ നോക്കിക്കോ, അവനെ ഞാൻ എന്റെ സ്വന്തമാക്കും. എങ്ങനെ? മമ്മി കലിപ്പിലാണോ? കുഴപ്പമില്ല, എനിക്ക് ഇങ്ങോട്ട് വന്നുകൂടെ? ബിസി ആയതുകൊണ്ടല്ലേ? ആ മാമി, ഞാൻ പിന്നെ വിളിക്കാവേ. എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ പപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. നിനക്ക് പൊയ്ക്കൂടായിരുന്നോ? ഞാനെന്ത് ചെയ്യാനാ, ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് കിട്ടണ്ടേ? നീ സങ്കടപ്പെടാതെ. ഹലോ, എന്താണ് ബ്രോ? വാ വാ, നമുക്ക് 2 ഡ്രിങ്ക്സ് അടിക്കാം. ഞാനില്ല, യാമയ്ക്ക് ഡ്രിങ്ക്സ് അടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് അടിയൊക്കെ പണ്ടേ നിർത്തി. നീ എന്താ ഈ ചെയ്യാൻ പോണേ? ഈ നൈറ്റ് അവൻ എന്റെ കൂടെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഈ ഡ്രിങ്ക്സ് സിദ്ധാർത്ഥന് കൊടുക്കുക. ഓക്കെ മാഡം. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, പ്ലീസ് സിദ്ധാർത്ഥ്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്.